തോന്നണമെങ്കിൽ അതെന്റെ യോഗ്യതയല്ല എന്ന് എനിക്കറിയാം. ദൈവം എനിക്ക് യോഗ്യത തന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തെ ആദരിച്ചാൽ ദൈവം എന്നെയും നിങ്ങളെയും ആദരിച്ചിരിക്കും. ഹല്ലേലൂയ. അത് ഉറപ്പാണ്. ഞാൻ നിങ്ങളോട് പറയാം, പേരോ സ്ഥലമോ ഒന്നും എന്നോട് ചോദിക്കരുത്. പക്ഷേ ഒരു റിയൽ ആയിട്ടൊരു സംഭവമാണ്. ഭയങ്കരം പൈസക്കാര്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത അത്രയും പണമുള്ള ഒരാള് ഉറക്കഗുളിക കഴിച്ചിട്ടാ ഉറങ്ങുന്നത്. ഇത്രയും സമ്പത്തുണ്ട്, ഉറക്കഗുളിക. ഞാൻ ചോദിച്ചു എന്താ? അപ്പൊ ഇന്ന് ഒരു ദിവസം അവർ വരുമ്പോ അവര് പറയാണ്, ഇന്നലെ ഞാൻ ഉറക്കഗുളിക കഴിച്ചില്ല, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. ഉറക്കഗുളിക കഴിച്ചാൽ ഇവിടെ 9-9:30 ആകുമ്പോൾ ഇവിടെ എത്താൻ പറ്റില്ല. കഴിച്ചാൽ 11:30-12 മണിയാകുമ്പോൾ എഴുന്നേക്കുള്ളൂ. ഞാൻ ചോദിച്ചു എന്താ കാരണം? നിങ്ങൾക്ക് ഇത്രയും സമ്പത്തില്ലേ? സമ്പത്തുണ്ട്, ശരിയാ, വലിയ വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ കുടുംബത്തിൽ ദൈവത്തെ ആദരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നുമില്ല. മക്കളുണ്ട് വീട്ടിൽ, സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നത് വേലക്കാരിയാണ്. ആ വീട്ടിൽ അടിച്ചു തുടയ്ക്കാൻ വരുന്ന ആള് ചിലപ്പോ പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പം എല്ലാവരും അവരവരുടെ ഫോണും ലാപ്ടോപ്പും TV ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ആ വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മക്കളെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പം മക്കള് പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഞങ്ങൾ വരത്തില്ല. തീർന്നു. ഒരു ദിവസവും പ്രാർത്ഥനയില്ല. പ്രാർത്ഥിക്കുന്ന ഒരാൾ, പ്രാർത്ഥനയുള്ള ഒരാൾ, ദൈവാനുഗ്രഹത്തിന്റെ വില അറിയുന്ന ഒരാൾ പറയാണ്, ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ തകർച്ചയായിരിക്കും. അതോർത്താ ഞങ്ങൾക്കൊരു പേടിയുന്നു. അതോർത്താണ്. പ്രിയപ്പെട്ടവരെ, എല്ലാം ഉള്ളപ്പോഴും ഇതെന്നും നിലനിൽക്കുമെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാ പറഞ്ഞ, നമ്മൾ ഇത്രയും പേരൊക്കെ പ്രാർത്ഥിക്കുമ്പം, ഈ പ്രാർത്ഥന കേൾക്കുമ്പം അനേകരുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അത് ബൈബിളിലെ ഒരു കാര്യമാണ്. അത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് വിചാരിക്കും നമുക്ക് നല്ല ബുദ്ധിയും നല്ല തന്ത്രവും കുതന്ത്രവും തട്ടിപ്പും, അല്ലെങ്കിൽ ചിലര് പറയില്ലേ, അയാൾ മരത്തെ കണ്ടപ്പോ അയാൾ മാനത്ത് കണ്ടു എന്നൊക്കെ, അതുപോലെ കഴിവുള്ളവരാ രക്ഷപ്പെടുന്നതെന്ന്. ചില ആൾക്കാർക്ക് വേറൊരാളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ വളരെ തന്ത്രപൂർവ്വം ഇവിടെ ഇയാളുടെ കീശയിൽ എത്തിക്കാൻ കഴിവുള്ളവരും ഭയങ്കര മിടുക്കന്മാരുമാണ്. ആ മിടുക്കന്മാരെ നോക്കിയിട്ട് പറയും, അവൻ ഭയങ്കര മിടുക്കനാന്ന് പറയും. അവരുടെ കഴിവും ബുദ്ധി ശക്തിയും ഒക്കെ എത്ര നിലനിൽക്കും നിങ്ങളോട് പറയാം. പഴയ നിയമത്തിൽ 2 പേരുണ്ട്, അബ്രാഹവും ലോത്തും. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ഓർക്കണം, നമുക്ക് ദൈവം തരുന്ന ചില ബന്ധങ്ങൾ ഒരിക്കലും കളയരുത്. ഞാനായാലും നിങ്ങളായാലും അത് ദൈവം തരുന്ന ബന്ധമാണ്. 4 കാശുണ്ടാകുമ്പം ആ ബന്ധം ചിലര് വെട്ടിത്തൂരെ കളയും. ദൈവം തരുന്ന ബന്ധത്തിന്റെ പ്രത്യേകത ഭയങ്കര അഭിഷേകമുള്ളതാണ്. മനസ്സിലാക്കി തരാം. അബ്രാഹത്തോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ? നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അബ്രാഹത്തിന്റെ തലയിൽ ഒരു കിരീടം പോലെ കിടക്കുന്നത് എന്നതാ? ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അവിടെ കിടപ്പുണ്ട്. ഈ അബ്രാഹവും സാറായും പോകുന്ന പുറകെ എല്ലാം ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു ലോത്ത്. എവിടെ പോയാലും കൂടെ പോകും. ഈ ലോത്തിന് ദൈവകൃപയിൽ കിട്ടിയൊരു ബന്ധമാണ് അബ്രാഹത്തോടുള്ളൊരു ബന്ധം. അബ്രാഹത്തിന്റെ തലയിൽ ഒരു കിരീടമുണ്ട്, ഒരു ക്രൗൺ, ഒരു കിരീടമുണ്ട്. എന്ത്? അനുഗ്രഹത്തിന്റെ. ഇതിന്റെ പറ്റിച്ചേർന്ന് നടന്ന ഒരാളാണ് ലോത്ത്. അബ്രാഹം പോകുന്നിടത്തെല്ലാം ബലിപീഠം പണിയും, ബലി അർപ്പിക്കും, പ്രാർത്ഥിക്കും, ഇങ്ങനെ പോകും. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്താ വർദ്ധിച്ചത്? സമ്പത്ത് വർദ്ധിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ ഓർത്തു നോക്കിയാൽ സൂര്യന്റെ നേരെ ഒരു പൊട്ടിയ ഒരു കണ്ണാടി ചില്ല് ഇങ്ങനെ വെച്ചാൽ ആ സൂര്യപ്രകാശം ഈ കണ്ണാടി ചില്ല് റിഫ്ലക്ട് ചെയ്യും. അത് ഭയങ്കരമായിട്ട് ആ കണ്ണാടി ചില്ല് നോക്കും. ചിലര് കാക്കേനെ ഓടിക്കാനൊക്കെ എന്തെങ്കിലും ഉണങ്ങാനൊക്കെ വെക്കുമ്പോൾ ഒരു കണ്ണാടി ചില്ല് അവിടെ വെക്കും. അപ്പൊ സൂര്യപ്രകാശം കണ്ണാടി ചില്ലെ തട്ടി റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്ട്, അത് അങ്ങോട്ട് പ്രസരിക്കും. ഇതുപോലെ അബ്രാഹത്തിന് കിട്ടിയ അനുഗ്രഹം റിഫ്ലക്ട് ചെയ്തപ്പം കിട്ടിയത് അനുഗ്രഹം. ലോത്തിനും അനുഗ്രഹം കിട്ടി. കുറെ കഴിഞ്ഞപ്പോ സമ്പത്ത് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞപ്പം തൊഴിലാളികൾ തമ്മിൽ വഴക്കുണ്ടായി. ഉടനെ അബ്രാഹം ഒരു കാര്യം പറയാണ്, നമ്മൾ തമ്മിൽ തർക്കമൊന്നും വേണ്ട, സ്ഥലം വീതം വെക്കാൻ പോവാണ്, നിനക്ക് ഇഷ്ടമുള്ളത് നീ എടുത്തോളാൻ പറഞ്ഞു. ഇനി ആരാ ഇതിനകത്ത് മണ്ടനെന്ന് നിങ്ങൾ ചിന്തിക്കണം. മണ്ടൻ അബ്രാഹാം ഒരു വലിയൊരു മണ്ടനാവുകയാണ് അവിടെ. അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറഞ്ഞു.
ലോത്തൊരു തന്ത്രശാലിയും, നമ്മൾ ഈ പറയുന്ന ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയില്ലേ, ആള് ഭയങ്കര സൂത്രശാലിയാണ്, ഭയങ്കര തന്ത്രശാലിയാണ്, പുള്ളിനൊന്നും ആർക്കും പറ്റിക്കാൻ പറ്റില്ല, അയാൾ എങ്ങനെയും ജീവിക്കും. അങ്ങനെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഏകദേശം ഗുണമുള്ള ഒരാളാണ് ലോത്ത്. ലോത്ത് ഏറ്റവും നല്ല സ്ഥലം നോക്കി ഇങ്ങോട്ട് എടുത്തു. അന്നത്തെ നാട്ടുകാർ അബ്രാഹത്തെയും ലോത്തിനെയും സ്ഥലം വീതം വെക്കുന്ന രീതി കണ്ടപ്പം അബ്രാഹത്തെ കളിയാക്കിയിട്ടുണ്ട്. അബ്രാഹം ഒരു മണ്ടൻ, അയാൾക്ക് ആ നല്ല സ്ഥലം കുറച്ചെടുക്കാൻ പാടില്ലായിരുന്നു ചിന്തിക്കും. ലോത്ത് പറഞ്ഞു, എനിക്ക് ഈ നല്ല സമതല പ്രദേശം, ഈ ഫലഭൂഷ്ടമായ മണ്ണ് മതി. അബ്രാഹം ഒരു വലിയ ഗുണമില്ലാത്തൊരു സ്ഥലം എടുത്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത റിഫ്ലക്ഷൻ, അടുത്ത ലെവൽ ഇങ്ങനെയാ വരേണ്ടത്. ലോത്ത് വീണ്ടും സമ്പന്നനായി. അബ്രാഹാം ലോത്തിന് കൂലിപ്പണി എടുക്കാൻ തുടങ്ങിയെന്ന് വേണം എഴുതാൻ. ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഒരു സുപ്രഭാതത്തിൽ ലോത്ത് അങ്ങ് വലിയ ആളായി അങ്ങ് പോയെങ്കിലും അനുഗ്രഹം ഇല്ലാത്ത ലോത്ത് എല്ലാം ഒന്നുമില്ലാണ്ട് തവിടുപൊടിയായി അബ്രാഹാം പോയി രക്ഷിച്ചെടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. ആ ലോത്ത് ഒന്നും ഇല്ലാണ്ടായി പോയി. ശരിക്കും നോർമൽ ചിന്തിച്ചാൽ അബ്രാഹാം ദരിദ്രനുമാകണം, ലോത്ത് ധനികനുമാകണം. തിരിച്ചു സംഭവിച്ചത് ഇങ്ങനെ, തിരിച്ച് അബ്രാഹാം ദൈവത്തിന്റെ അനുഗ്രഹം തലയ്ക്ക് മുകളിൽ ഉള്ളത് കൊണ്ട് ചെന്നിടത്തൊക്കെ, ചെയ്തതൊക്കെ, പ്രവർത്തിച്ചതൊക്കെ ഒന്നിനുമേൽ ഉയർച്ചയായിട്ടേ വന്നിട്ടുള്ളൂ. പറഞ്ഞു ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കണം, നമ്മൾ സാധാരണക്കാരാണ്. ഈ പറയത്തക്ക യോഗ്യതയൊന്നും എനിക്കോ നിങ്ങൾക്കോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഒറ്റയൊരെണ്ണം മതി, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. പറഞ്ഞു ഹല്ലേലൂയ.